200 ചില്ലാനും പഞ്ചായത്തുകൾ ഞങ്ങൾ BJP CPM നിന്ന് LDF നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതാണ്. ഞങ്ങൾ പോലും സത്യം പറഞ്ഞാൽ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ 2010 തെരഞ്ഞെടുപ്പിൻ്റെക്കാൾ കൂടുതൽ വലിയ വിജയമുണ്ടാവും എന്ന് ഞങ്ങൾ പറയുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഭംഗിവാക്കും അലങ്കാരമൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് വന്നത്. 82 പഞ്ചായത്താണ് എറണാകുളത്തുള്ളത്. എത്ര പഞ്ചായത്താണ് ഇന്ന് UDF ഭരിക്കുന്നതെന്നറിയോ? 71 പഞ്ചായത്ത് UDFൻ്റെ കയ്യിലാണ്. 8 പഞ്ചായത്ത് മാത്രമാണ് LDFൻ്റെ കയ്യിൽ. ബാക്കി 2 2020 ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ 82 പഞ്ചായത്തിൽ 71 പഞ്ചായത്തുകളും ജയിക്കാൻ കഴിയുന്ന സാഹചര്യം എറണാകുളത്തുണ്ടെങ്കിൽ, എറണാകുളത്തിന് CPM അത്ര വലിയ വേരോട്ടം, ശരിയാണ് UDFന് അപ്രമാദിത്വമുണ്ട്, പക്ഷെ വേരോട്ടമില്ലാത്ത സ്ഥലമല്ലല്ലോ. അവിടെ അത്രമാത്രം വലിയ വിജയം സാധ്യമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശബ്ദമായിട്ട് CPMനകത്ത് തന്നെ കൃത്യമായിട്ട് ഈ പാർട്ടി ഇനി ജയിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഒരു മൂന്നാം ഭരണം ഉണ്ടാവരുത് എന്നുള്ളത് CPMനകത്ത് തന്നെ കൃത്യമായിട്ട്. ഞാൻ പറയുന്നു, ഉത്തര കേരളത്തിലാണ് CPMനെ ഞെട്ടിക്കാൻ പോകുന്ന റിസൾട്ട് ഉണ്ടാവുന്നത്. ഉത്തര കേരളത്തിൽ ഇപ്പോൾ എറണാകുളമൊക്കെ പലപ്പോഴും പറയും, ഇവർ പറയും എറണാകുളമൊക്കെ ഞങ്ങൾ ജയിക്കുന്ന സ്ഥലമാണെന്നുള്ളത് ചിലപ്പോൾ പറയാം. പക്ഷെ ഉത്തര കേരളത്തിൽ CPMന്റെ അടിവേരിറക്കുന്ന റിസൾട്ട് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഉത്തര കേരളത്തിൽ നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ഇപ്പൊ നോക്കൂ, ഈ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിനൊരു MLA തന്നെ ഇല്ല. കണ്ണൂരിലുണ്ട് 2 പേർ. കാസർഗോഡ് 2 സീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണല്ലോ ഈ വടക്കൻ കേരളം എന്ന് പറയുന്നത്. നമുക്ക് വയനാടോടെ ചേർക്കാം. അപ്പൊ ഇവിടെ സംഭവിക്കണേ എന്താണ്? കോഴിക്കോട് ഒരു വലിയ വരവ് വരണം. അപ്പോൾ LDFന് എല്ലാ കാലത്തും LDFന് ഉറച്ചു നിൽക്കുന്ന ജില്ലകളാണ് കോഴിക്കോട്, പാലക്കാട്, കൊല്ലം എന്നൊക്കെ നമുക്ക് കണക്കെടുത്ത് അറിയാലോ. അത് സംഭവിക്കണം. അതിനപ്പുറത്ത് കണ്ണൂരിലും ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചാലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവാകുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നതാണോ? കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെ CPM എന്ന പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, CPM എന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വളരെ നിശ്ചയദാർഢ്യമായിട്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പറയാം. CPMന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന റിസൾട്ട് ഉത്തര കേരളത്തിൽ നിന്നുണ്ടാവും, വടക്കൻ കേരളത്തിൽ നിന്നുണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നമുക്ക് അടുത്ത റൗണ്ടിൽ സംസാരിക്കും. ഇപ്പോൾ ഈ വടക്കൻ കേരളത്തിൽ LDFനെ തകർക്കുന്ന തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ അത് യാഥാർത്ഥ്യമാകും എന്നാണെങ്കിൽ ഈ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 5 ജില്ലകളിലെ തൂത്തുവാരൽ, അത് മധ്യകേരളമാണ്, എറണാകുളവും കോട്ടയവും പത്തനംതിട്ടയും ഒക്കെ അടങ്ങുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മലപ്പുറം സ്വാഭാവികമായിട്ടും UDFന് ലീഗിനൊപ്പം നിൽക്കും എന്ന് വന്നാൽ 100 അത് ചിലപ്പോൾ 100, 110, 120 എത്തും എന്നുള്ളതാണ്. അത് സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത റൗണ്ടിൽ എന്തായാലും അതിന്റെ വിശദാംശം നമുക്ക് വഴിയെ സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് വലിയ രീതിയിൽ മാറ്റമുണ്ടാവുന്ന സ്ഥലമാണ് പാലക്കാട്. അതുപോലെ തന്നെ കണ്ണൂര് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കോഴിക്കോട് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമായിരിക്കും കോഴിക്കോട് ഉണ്ടാകാൻ പോകുന്ന മാറ്റം. ഏറ്റവും അടിത്തറയുള്ളിടത്തായിരിക്കും CPM കിട്ടാൻ പോകുന്ന അടി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്? അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും, പുതുപ്പള്ളി നടന്നപ്പോഴും എത്രയാണ് പറഞ്ഞത്? അതെല്ലാം. അതുമാത്രമല്ലാതെ പല ഉപതെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തിൽ നിങ്ങൾ 72 എന്നുള്ളൊരു മാജിക് ഫിഗറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം തുടർച്ചയായിട്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായിട്ട് ചേലക്കര തന്നെ. ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചേലക്കര ഒരു സംശയവും വേണ്ട, ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. നമുക്കറിയാലോ, ഇത്രമാത്രം വലിയ ഭരണവിരുദ്ധ വികാരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് ജയിച്ചപ്പോഴും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ UDFന് ജയിക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. LDFന്റെ കോട്ടയാണ്, CPMന്റെ കോട്ടയാണ്. പക്ഷെ CPMന്റെ കോട്ടയിൽ 28,000 വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ മുഴുവൻ ഭരണകൂടവും അവിടെ പ്രവർത്തിച്ച് ഒരു പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ 39,000-നടുത്ത് മേലുണ്ടായിരുന്ന ഭൂരിപക്ഷം 12,000 വോട്ടായിട്ട് കുറഞ്ഞു. എന്ന് വെച്ചാൽ 28,000 വോട്ട് കുറഞ്ഞു. അയ്യപ്പദാസ് വളരെ സിമ്പിൾ ലോജിക്കായിട്ട് 28,000 വോട്ട് CPMന്റെ ഏറ്റവും ഉറച്ച കോട്ടയിൽ CPMന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ എത്ര നിയോജക മണ്ഡലത്തിൽ ആ എഫക്റ്റ് പോട്ടെ, അതിൻ്റെ ഒരു 50% എഫക്റ്റ് ഉണ്ടെങ്കിൽ എത്ര നിയോജക മണ്ഡലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് UDFന് അനുകൂലമായിട്ട് തിരിയും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ സിമ്പിളാണ് കണക്ക്, വളരെ സിമ്പിളാണ്. ഇപ്പം ധർമ്മടം ആണല്ലോ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം.
ആ ധർമ്മടത്ത് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ലീഡ് പിടിച്ചു എന്ന് വെച്ചാൽ ഈ ധർമ്മടത്ത് പോലും വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ പോലും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മനസ്സു പാകമായ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. മനസ്സിലായ? അതിന്റെ റിസൾട്ട് അതാണ്. അയ്യപ്പദാസ, ഇവർ നടത്തിയ PR-നെല്ലാം അപ്പുറം ജനങ്ങൾ നേരിട്ട് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതമുണ്ട്. വിലക്കയറ്റം കൊണ്ട്, വീട് നികുതി കൊണ്ട്, വെള്ളക്കരം കൊണ്ട്, വൈദ്യുതിക്കരം കൊണ്ട് എല്ലാം അവരനുഭവിച്ച ദുരിതമുണ്ട്. ആ ദുരിതത്തെ ഒന്നും ഒരു PR വെച്ചും ഫ്ലെക്സ് ബോർഡ് വെച്ചും മറയ്ക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, 97% നടപ്പാക്കിയ പ്രകടന പത്രികയിൽ ബാക്കി 3% എന്ന് വെച്ചാൽ 900-ൽ 3%, 27 വാഗ്ദാനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിതീഷ് കണിച്ചേരിക്ക് ഈ അടുത്ത സെഗ്മെന്റ് വരുമ്പോൾ ഈ 27 നടക്കാതെ പോയത് 27 ഏതാണെന്ന് പറയാൻ പറ്റുമോ? 97% ഞങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ 97% മാറ്റി നിർത്തി 3%, 27 നടപ്പാക്കാൻ പോയത് പറ്റാതെ പോയ വാഗ്ദാനങ്ങൾ ഏതാണെന്ന് പറയാൻ പറ്റുമോ? വെറുതെ പുകമറ ഉണ്ടാക്കിയത് കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറില്ല. ജനങ്ങളെ സംബന്ധിച്ചും അവർ കൃത്യമായിട്ട് അനുഭവിച്ച കാര്യങ്ങൾ നടപ്പാക്കിയതോ നടപ്പാക്കി തുടങ്ങിയതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനീഷ്യേറ്റ് ചെയ്തതോ ആയതാണ് 97%. അത് ഓർക്കണം. അതിന്റെ പൊള്ളത്തരം പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിതീഷ് കണിച്ചേരിക്ക് അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നടപ്പാക്കാതെ പോയി 27 പറയാൻ അധികം സമയം വേണ്ടല്ലോ. വേണമെങ്കിൽ ഞാൻ എൻ്റെ 2 മിനിറ്റ് കൂടി അദ്ദേഹത്തിന് കൊടുക്കാം. 27 നടപ്പാക്കാൻ പറ്റാതെ പോയ 27 ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറയട്ടെ. അത്രമാത്രം വ്യക്തത അവർക്കുണ്ടെങ്കിൽ ശരി, അപ്പൊ ഞങ്ങൾ പറയാം. നടപ്പാക്കാതെ പോയ ബാക്കിയുള്ള സംഭവങ്ങളോട് പറയാം. അപ്പൊ ഇതൊക്കെ വെറും പുകമറ ഉണ്ടാക്കി, ഇതൊക്കെ വെറും PR സ്റ്റണ്ടാന്നുള്ളത് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് പിന്നെ മറ്റൊരു കാര്യം, 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് RSSും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അത് ആരോപണം മാത്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷം അത് മറ നീക്കി വ്യക്തതയോട് പുറത്തു വന്നതാണ്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെ, ലേബർ കോഡ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനകത്തുള്ള പോലീസ് സംവിധാനത്തിനകത്തുണ്ടായിട്ടുള്ള RSSന്റെ സ്വാധീനം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ മറ നീക്കി പുറത്തു വന്ന ബാന്ധവമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ CP റാഷിദ് അദ്ദേഹത്തിന്റെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ന്യൂനപക്ഷം ഇന്ന് RSSനേക്കാൾ ഭയത്തോടു കൂടി ഇന്ന് പിണറായി വിജയനെ കാണുകയാണ്. കാരണം RSS മുന്നിൽ നിന്ന് ഞങ്ങൾക്കെതിരെ പോരാടുന്നവരാണെന്നും അവർ ഞങ്ങളുടെ ശത്രുവാണെന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞവർ പിന്നിൽ നിന്ന് കുത്തിയത്. ശരി, ഒരു കാര്യം കൂടി ശ്രീ രാജു, ഇതിന്റെയൊക്കെ ഇഫക്റ്റിലാണല്ലോ എന്ന് പറയുന്നത്. ഈ വടക്കൻ കേരളത്തിലടക്കം ഞെട്ടിക്കുന്ന ഫലം ഉണ്ടാവുന്നത്. ഞാനൊരു കൗതുകം കൊണ്ട് മാത്രം ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ ഈ കോഴിക്കോടും കണ്ണൂർ എന്ന് പറയുമ്പോൾ, കണ്ണൂരിൽ ഇപ്പൊ കണ്ണൂർ സീറ്റ് നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്, പേരാവൂർ നിങ്ങളുടെ കയ്യിലാണ്, ഇരിക്കൂർ നിങ്ങളുടെ കയ്യിലാണ്, അഴീക്കോട് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട്, കൂത്തുപറമ്പിൽ നല്ല മത്സരം നടക്കുന്നത്. പക്ഷെ പിന്നെ നോക്കൂ, ധർമ്മടം, കല്യാശ്ശേരി, പയ്യന്നൂർ, മട്ടന്നൂർ, തലശ്ശേരി, ഒരു കാരണവശാലും ഇളങ്ങാത്ത 5 മണ്ഡലങ്ങൾ ഇരിക്കുന്ന കണ്ണൂരിനെ കുറിച്ച് അങ്ങേ പറയുന്നത്. ഞാൻ ഈ പറയുന്ന 5 എണ്ണത്തിൽ ഏതെങ്കിലും ഇളകും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് അങ്ങേക്കുണ്ടോ? തലശ്ശേരിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും കോടിയേരി ബാലകൃഷ്ണനും മത്സരിച്ചപ്പോൾ എത്ര വോട്ടിനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തോറ്റത്? കുറഞ്ഞ വോട്ടിന്. ഓർമ്മ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതെ, ഉണ്ണിത്താനാണ്. എത്ര വോട്ടിനായിരുന്നു തോറ്റത്? പയ്യന്നൂർ എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? PV കുഞ്ഞികൃഷ്ണൻ അല്ലേ അവിടെ സ്ഥാനാർത്ഥി? എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? PV കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ട് പയ്യന്നൂർ പോലൊരു നാട്ടിൽ, പാർട്ടി ഗ്രാമങ്ങൾ മാത്രമുള്ള നാട്ടിൽ അവിടെ പ്രകടനം നടന്നതല്ലേ? അതിനപ്പുറം വലിയൊരു സംഭവം ഉണ്ടോ? അവിടെ പ്രകടനം ഇറങ്ങിയില്ലേ? ശരി. തളിപ്പറമ്പ് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? TK ഗോവിന്ദൻ നിസ്സാരക്കാരനാണോ? ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പൊ വീടുകളിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ നില പോയി എന്നുള്ളത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഇപ്പൊ ആക്രമണത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതാ പറഞ്ഞത്, കണ്ണൂര് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന റിസൾട്ടായിട്ട് മാറും.